600 വർഷത്തിലേറെയായി നടക്കുന്ന അത്ഭുതം വീണ്ടും സംഭവിച്ചു. ഇറ്റലിയിലെ ടൂറിന് സമീപത്തുള്ള ബ്രാ എന്ന ചെറുനഗരത്തിൽ കഴിഞ്ഞ 600 വർഷത്തിലേറെയായി ഈ അത്ഭുതം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്തോലിക്ക സഭ മഡോണ ഡി ഫിയോറി എന്ന് വിളിക്കുന്ന ഈ അത്ഭുത പ്രതിഭാസം ഇന്നും ശാസ്ത്രലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്നതാണ്. കഠിനമായ മഞ്ഞുകാലത്ത് ഇലകൾ പോലും പൊഴിയുന്ന തണുപ്പിൽ ഒരു ചെറിയ ചെടി നിറയെ വെളുത്ത പൂക്കൾ വിരിയുന്ന ഈ അത്ഭുതം 1336 ഡിസംബർ 29 സംഭവിച്ചത്. ഈ അത്ഭുതത്തിന്റെ ചരിത്രം ഇങ്ങനെയാണ്. എജിഡിയ മാത്തീസ് എന്ന ഗർഭിണിയായ യുവതി തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ വഴിമധ്യേ 2 സൈനികർ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഭയന്നുപോയ എജിഡിയ സമീപത്തുണ്ടായിരുന്ന മാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ അഭയം തേടി. ആ നിമിഷം മാതാവ് പ്രത്യക്ഷപ്പെടുകയും സൈനികർ ഭയന്നോടുകയും ചെയ്തു. ഭയന്നുപോയ എജിഡിയയ്ക്ക് ഇതിന് പിന്നാലെ പ്രസവവേദന ഉണ്ടാവുകയും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ആ മഞ്ഞുകാലത്ത് ആ പ്രദേശത്തെ മുൾച്ചെടികൾ പെട്ടെന്ന് വെളുത്ത പൂക്കളാൽ നിറഞ്ഞുവെന്നാണ് ചരിത്രം. സാധാരണയായി വസന്തകാലത്ത് മാത്രം പൂക്കുന്ന ഈ ചെടികൾ അന്നു മുതൽ എല്ലാ വർഷവും ഡിസംബർ അവസാന വാരം പൂവിടാറുണ്ട്. ശാസ്ത്രത്തെ അമ്പരപ്പിക്കുന്ന പ്രതിഭാസം ടൂറിൻ സർവകലാശാലയിലെ സസ്യശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ള വിദഗ്ധർ വർഷങ്ങളായി ഈ ചെടിയെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. ഈ പ്രത്യേക പ്രദേശത്തെ മണ്ണിലോ കാലാവസ്ഥയിലോ മാറ്റമൊന്നുമില്ലെങ്കിലും ഡിസംബർ 25 ജനുവരി 15 ഇടയിൽ ഈ ചെടികൾ പൂക്കുന്നു. വസന്തകാലത്ത് പൂവിടേണ്ട ഈ ഇനം ചെടികൾ എങ്ങനെ മഞ്ഞുകാലത്ത് പുഷ്പിക്കുന്നു എന്നത് ഇന്നും ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 1914 1939 അതായത് 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും ആരംഭിച്ച വർഷങ്ങളിൽ ഈ ചെടികൾ പൂത്തിരുന്നില്ല. ലോകം ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ മുന്നറിയിപ്പായി വിശ്വാസികൾ ഇതിനെ കാണുന്നു. പുഷ്പമാതാവിന്റെ ദേവാലയം ഈ അത്ഭുതം നടന്ന സ്ഥലത്ത് ഇന്ന് മഡോണ ഡി ഫിയോറി എന്ന പേരിൽ വലിയൊരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. ഓരോ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് മഞ്ഞുകാലത്ത് വിരിയുന്ന ഈ പൂക്കൾ കാണാൻ ഇവിടെ എത്തുന്നത്. മാതാവ് സ്ത്രീകളുടെ അന്തസ്സിനെ സംരക്ഷിച്ചതിന്റെയും പുതുജീവനെ കാത്തു സൂക്ഷിച്ചതിന്റെയും അടയാളമായാണ് ഈ പുഷ്പത്തെ വിശ്വാസികൾ കരുതുന്നത്.